ഷാഫിയോട് കുറച്ചൊക്കെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആവാന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. മൈനോറിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പത്തായത്തിൽ വിളിച്ചിരിക്കുന്ന ഷാഫി. ഇനിയിപ്പോൾ എന്തെന്നെ നടന്നാലും നടന്നില്ലെങ്കിലും എന്തെന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിനെ നമ്മൾ വർഗീയവാദി ആക്കുമെന്ന് പറയുന്ന കേരളത്തിലെ തീവ്ര വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും സത്യത്തിൽ ഷാഫി ചൈത്താന്യം കടലിൻ്റെ നടുവിൽ പെടുകയല്ലേ ആ അവസ്ഥയാണ്. ഇലക്ഷന് മുന്നേ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് ഷാഫിയുടെ പൊളിറ്റിക്സ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ചർച്ചയായി വന്നിട്ടുണ്ട്. ഷാഫി കളിക്കുന്ന ഒരു ഡേഞ്ചർ പൊളിറ്റിക്സ് ആണ്, ഷാഫി ഒരു വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള ഒരേ സ്വരത്തിൽ പറയുന്ന രണ്ട് ടീംസാണല്ലോ. ഒന്ന് ഇടതുപക്ഷക്കാരും രണ്ട് തീവ്ര വലതുപക്ഷക്കാരുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഷാഫി ഒരു മികച്ച പൊളിറ്റീഷ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ല എന്നേ പറയുള്ളൂ. കാരണം എം സ്വരാജിനെ പോലെയൊക്കെ ചില വിഷയങ്ങളിൽ തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ മടിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് മൈനോറിറ്റി വിഷയങ്ങൾ, ഒരു ആഗോള തരത്തിലുള്ള കമ്മ്യൂണിറ്റി വിഷയങ്ങൾ എടുത്തു വരുമ്പോൾ താനെങ്ങാനും അത് പറഞ്ഞു പോയാൽ തൻ്റെ മതേതരത്വ മുഖം പോകുമോ എന്ന് പേടിച്ച് മാക്സിമം അതിൽ നിന്ന് അകലം പാലിക്കുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ. ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ മൈനോറിറ്റി പൊളിറ്റിക്സിൻ്റെയോ അകലത്ത് പോലും ആ വിഷയം എടുക്കാത്ത ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ആൾ. അത്തരത്തിലുള്ള ഒരാളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി വരുന്നത്. എന്ന് വെച്ച് ഷാഫി ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നല്ലോ. ഷാഫി ഒരു ജനപ്രിയ രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് മൂപ്പര് മുന്നോട്ട് വെക്കുന്ന പ്രധാന പൊളിറ്റിക്സ് എന്നുണ്ടെങ്കിൽ CPM-നെതിരെയുള്ള പൊളിറ്റിക്സ് ആയിരിക്കും. ഒരു പരിധി വരെ BJP-ക്ക് എതിരെയുള്ള പൊളിറ്റിക്സ് വരെ ഉറച്ച ശബ്ദത്തിൽ പറയാത്ത ആളാണ് ഷാഫി പറമ്പിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, താനെങ്ങാനത് നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റാരെങ്കിലും വേദനിപ്പിക്കോ എന്നുള്ളൊരു പേടിയാണ് സംഭവം. മെറിറ്റ് മാക്സിമം മൂപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏത് സമുദായങ്ങൾ എടുത്തു നോക്കണമെങ്കിലും എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ ഒരു ജനപ്രിയൻ എന്ന് പറയാവുന്ന ഒരു നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ്. അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ്. പക്ഷെ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല. പ്രത്യേകിച്ച് ചില പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് മാക്സിമം ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു ജനപ്രിയത നേടുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് തൻ്റെ ഐഡന്റിറ്റി പലപ്പോഴും മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് മറ്റൊരു പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ താൻ ഉൾപ്പെടുന്ന ഐഡന്റിറ്റി സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളും എടുത്ത് പറയാൻ മടിയുള്ള, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, തനിക്കെന്തോ എവിടെ നിന്നൊക്കെ കിട്ടുന്ന വോട്ടുകൾ പോകും എന്നൊരു ഭയം ആൾക്കുണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് മേയറൊക്കെ നമുക്കറിയാലോ, മൂപ്പര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വ്യക്തമായ തൻ്റെ ഐഡന്റിറ്റിയും താൻ ഐഡന്റിഫൈ ചെയ്യുന്ന ആ സമൂഹത്തെയും പറ്റി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനല്ല ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ഞാനിതിൽ ഉദ്ദേശിച്ചത്.